ഹലോ എവരി വൺ, വെൽക്കം ടു എക്സാം ലേണിംഗ്. സോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ MTSC എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ MTSCക്ക് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. സോ എന്തായാലും നമ്മൾ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് പാർട്ട് ഓഫ് 1 hour ഈസ് 100 seconds? ഓക്കെ, ഒരു മണിക്കൂറിൻ്റെ എത്ര പാർട്ടാണ് നമ്മൾ ഈ 100 seconds? സോ പാർട്ട് നമ്മൾ ഫ്രാക്ഷൻസ് എങ്ങനെ എഴുതുക എന്നുള്ളത് അറിയാം. നമ്മൾ പാർട്ട് എഴുതുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയാണ് ഞാനൊരു ഫ്രാക്ഷൻസ്, നമുക്ക് ആദ്യം ഫ്രാക്ഷൻസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പറയാം. ഇപ്പോൾ ഞാനൊരു സർക്കിൾ, ഒരു കേക്ക്, ഓക്കെ, ഈ ഒരു സർക്കിൾ ഒരു കേക്കാണെന്ന് വിചാരിക്കുക. ഇതിന് ഞാൻ 8 പാർട്സ് ആക്കി 8 ഈക്വൽ പാർട്സ് ആക്കിയാൽ ഇതിൽ ഒരു പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എങ്ങനെ വരിക? ടോട്ടൽ 8 പാർട്ടാണുള്ളത്, അതിൽ ഒരു പാർട്ട് അല്ലേ? ഈ രൂപത്തിലാണ് ഫ്രാക്ഷൻ എഴുതുക. സോ പാർട്സ് എഴുതുക. സോ ഇവിടെ പറഞ്ഞത് 100 seconds എന്നുള്ളത് 1 hourൻ്റെ എത്ര പാർട്ട്? അപ്പം നമ്മളെങ്ങനെ എഴുതും? 100 seconds ബൈ 1 hour എന്ന് എഴുതും അല്ലേ? ഈ രൂപത്തിലാണ് എഴുതുക. ബട്ട് ഇവിടെ ഒരു വിഷയം ഉള്ളത്, നമ്മൾ മുകളിൽ ന്യൂമറേറ്ററിൽ എഴുതിയിട്ടുള്ളത് സെക്കൻഡ്സിലാണ്, ബട്ട് താഴെ എഴുതിയിട്ടുള്ളതോ ഹവറിലാണ്. സോ ഒന്നെങ്കിൽ സെക്കൻഡ്സിനെ ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹവറിനെ നമുക്ക് സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇവിടെ ഹവറിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് കുറച്ചുകൂടി ഈസി. കാരണം 1 hour എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്സ് ആണ്? 60 minutes ആണ് അല്ലേ? കാരണം ഇപ്പോൾ 1 hour എന്ന് പറഞ്ഞാൽ 60 minutes ആണ്. 1 hour എന്ന് പറഞ്ഞാൽ 60 minutes ആണ്. ആൻഡ് 1 minute എന്ന് പറഞ്ഞാൽ 60 seconds ആണ് അല്ലേ? 1 minute എന്ന് പറഞ്ഞാൽ 60 second ആണ്. സോ ഈ 60 minutesനെ നമ്മൾ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടി അറിയോ? 60 × 60 വിച്ച് ഈസ് ഈക്വൽ ടു അത് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. ഇവിടെ 60 × 60 നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ 60 × 60 seconds ആണ് എന്ത്? 1 hour എന്നുള്ളത്. ക്ലിയർ അല്ലേ? 60 × 60 seconds ആണ് 1 hour എന്നുള്ളത്. സോ ഈ 1 hourൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യും? അവിടെ 60 × 60 എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ദിസ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 60 × 60 അല്ലേ? 60 × 60. ഇവിടെ ഞാൻ ചെയ്യേണ്ട പറയാൻ കാരണം എന്താ മനസ്സിലായോ? ഇവിടെ ഇപ്പം എന്താ, നമുക്കിവിടെ കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്കിവിടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഒരു 0. സോ ബാലൻസ് ഒന്ന് വന്നു 1/6 × 6. 1/6 × 6 എന്ന് പറഞ്ഞാൽ 1/36. 1/6 × 6 വിച്ച് ഈസ് ഈക്വൽ ടു 1/36. ഓപ്ഷനിൽ 1/36 ഇല്ലേ? ഉണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ക്ലിയർ ആയോ എങ്ങനെ ചെയ്തെന്നുള്ളത്? യെസ്. സോ ഈ രൂപത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആദ്യം സെയിം യൂണിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിൽ വലിയ യൂണിറ്റ്സിനെ ചെറിയ യൂണിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി ഈസി, കാരണം മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. മറ്റേ നമ്മൾ സെക്കൻഡ്സിനെ നമ്മൾ ഹവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. സോ അതിനേക്കാൾ നല്ലത് ഹവറിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അതെങ്ങനെ? 1 hour എന്ന് പറഞ്ഞാൽ 60 minutes ആണ്, ആൻഡ് 1 minute എന്ന് പറഞ്ഞാൽ 60 seconds ആണ്. സോ 60 minutes എന്ന് പറഞ്ഞാൽ 60 × 60 seconds ആണ്. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു നോക്കൂ. ഇവിടെ പറഞ്ഞ എന്താണ്? ഓക്കെ, പെരിമീറ്റർ, നമ്മൾ ജോമെട്രി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഫീൽഡ് ഈസ് 140 meter. ഓക്കെ, പെരിമീറ്റർ തന്നിട്ടുണ്ട്. ഒരു റെക്ടാങ്കുലർ ഫീൽഡിൻ്റെ പെരിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഒരു റെക്ടാങ്കുലർ ഫീൽഡാണ്. ഈ റെക്ടാങ്കുലർ ഫീൽഡിൻ്റെ പെരിമീറ്റർ ആണ് നമുക്ക് തന്നത്. പെരിമീറ്റർ പറഞ്ഞാൽ ചുറ്റളവ്, അതിൻ്റെ ഈ ഒരു ബൗണ്ടറീൻ്റെ ലെങ്ത് ആണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയാം അല്ലേ? ഈ ബൗണ്ടറി മൊത്തം നമ്മളിങ്ങനെ ലെങ്ത് മെഷർ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് പെരിമീറ്റർ എന്നുള്ളത്. സോ ഇവിടെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? പെരിമീറ്റർ ഈക്വൽ ടു 140 meter. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നുള്ളത് ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ഈസ് 30 meter. ഓക്കെ, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. പെരിമീറ്റർ ബ്രെഡ്ത്ത് എത്രയാണ്? 30 meter. റെക്റ്റാങ്കിളിൻ്റെ കേസിൽ നമുക്കറിയാം ഒരു ബ്രെഡ്ത്ത് 2 ഈക്വൽ ആയിരിക്കും അല്ലേ? സോ ഇവിടെയും 30 meter. ഇനി നമുക്ക് ലെങ്ത് ആണ് കാണേണ്ടത്. നമുക്കറിയാം ടോട്ടൽ പെരിമീറ്റർ അല്ലേ? ലെങ്ത് അല്ലേ കാണേണ്ടത്? ഓക്കെ, ലെങ്ത് അല്ല കാണേണ്ടത്, ലെങ്ത് ഓഫ് ദ ഡയഗണലിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടത്. നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളുടെ ലെങ്ത് അല്ല, ഇതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടത്. സോ നമുക്ക് കാണേണ്ടത് ഇവിടെ ആദ്യം ലെങ്ത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് കാണണം? ഇവിടെ ഈ ഒരു ഡയഗണലിൻ്റെ മെഷർമെൻറ്റ് കാണണം. ഓക്കെ, സോ ആദ്യം നമുക്ക് ലെങ്ത് കാണാം. ലെങ്ത് കാണാൻ ഈസി അല്ലേ? പെരിമീറ്റർ വന്നിട്ടുണ്ട്. പെരിമീറ്റർ പറഞ്ഞാൽ എന്താ? ഇതിന് ചുറ്റുള്ള മെഷർമെൻറ്റ്സ് ആണ് അല്ലേ? നമ്മൾ ഇക്വേഷനിൽ പറയുകയാണെങ്കിൽ 2 × L + B ആണ്. ഇവിടെ ആ ഒരു ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നോക്കൂ, ഇപ്പോൾ ടോട്ടൽ ബ്രെഡ്ത്ത് തമ്മിൽ ആഡ് ചെയ്താൽ 30 + 30 60 centimeter ആണ്. 60 meter ആണ് അല്ലേ? ടോട്ടലുള്ള പെരിമീറ്റർ പറഞ്ഞാൽ 140 meter. അതിൽ നിന്ന് നമ്മൾ 60 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 80. 80 എന്നുള്ളത് 2 ലെങ്ത് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് അല്ലേ? ഇവിടെ ഉള്ള ഈ ഒരു വാല്യൂ നമ്മൾ ആഡ് ചെയ്യും, ഈ ഒരു വാല്യൂ ആഡ് ചെയ്യും. അത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് 80 meter കിട്ടുക. അപ്പോൾ ലെങ്ത് എത്ര ആയിരിക്കും? 8ൻ്റെ ഹാഫ് വിച്ച് ഈസ് ഈക്വൽ ടു 40. ഓക്കെ, സോ 40 meter ആണെന്ന് കിട്ടി. 40 meter ആണ്. ബട്ട് നമുക്ക് കാണേണ്ടത് ഇവിടെ ഡയഗണലിൻ്റെ ലെങ്ത്താണ്. എങ്ങനെ കാണാൻ പറ്റുക? ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? ഇവിടെ നമുക്ക് ഈ ഒരു ഡയഗണൽ എന്ന് പറഞ്ഞാൽ
ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലുള്ള ഈ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസ് കമ്പൈൻ ചെയ്തായിരിക്കും സെയിം ഈക്വൽ ആയിട്ടുള്ള. സോ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ? കാരണം ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡിലും 90 ഡിഗ്രി ആയിരിക്കും വരും. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, വേറൊരു സൈഡ് തന്നിട്ടുണ്ട്. അങ്ങനെ ഹൈപ്പോട്ടന്യൂസ് കണ്ടൂടെ? ഏത് പ്രോപ്പർട്ടി വെച്ച്? പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കാണാൻ പറ്റും അല്ലേ? സോ പൈതഗോറസ് തിയറം വെച്ച് 30² + 40² ഈക്വൽ ടു എന്തായിരിക്കും? നമ്മൾ ഇതിന് നെയിമിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ABCD ആണ് നമ്മളെ റെക്റ്റാങ്കിളിൻ്റെ നെയിം എന്നുണ്ടെങ്കിൽ AB² + BC², AB² + BC² ഈക്വൽ ടു AC² ആയിരിക്കും. സോ അതിൽ നമുക്ക് AC² കാണാൻ പറ്റും. ബട്ട് എനിക്കിവിടെ ഇത് കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ തന്നെ, നമ്മൾ പൈതഗോറസ് തിയറം ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റും ഇവിടെ 50 മീറ്റർ ആണെന്ന്. ഓക്കെ, അത് എങ്ങനെയാണ്? ഇത് നമ്മൾ പൈതഗോറസ് ട്രിപ്ലെറ്റ്സ്, നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയുന്നതാവും പൈതഗോറൻ ട്രിപ്ലെറ്റ്സ് അല്ലേ? ട്രിപ്ലെറ്റ്സ് നമ്മൾ ചില ട്രിപ്ലെറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നമ്മൾ 2-3 ട്രിപ്ലെറ്റ്സ് നമ്മൾ ബൈ ഹാർട്ട് ആക്കി വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് ആലോചിക്കേണ്ടത്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇപ്പോൾ നമുക്കറിയില്ലേ? ഇപ്പോൾ 18 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. അത് ഇങ്ങനെ നിങ്ങൾ 6നെ 8 തൊട്ട് എഴുതിയിട്ട് അല്ലെങ്കിൽ 8നെ 6 തൊട്ട് എഴുതി നോക്കിയാണ്ട് ചെയ്യൽ 18 6ൻ്റെ വാല്യൂ അല്ലല്ലോ, അത് നമ്മൾ മൈൻഡിലുണ്ടല്ലേ? സോ അതുപോലെ നമ്മൾ 2-3 പൈതഗോറസ് ട്രിപ്ലെറ്റ്സ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ട്രിപ്ലെറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ തന്നു, ഇതിൻ്റെ ഒരു സൈഡ് നമ്മളോട് പറയാം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. അതായത് റൈറ്റ് ആംഗിൾ ആണ് ഒരു ആംഗിൾ. ഒരു സൈഡ് 3ഉം ഒരു സൈഡ് 4ഉം ആണെങ്കിൽ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എത്ര വരിക എന്ന് പറയും? 5 ആണ്. നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഒരു സൈഡ് 3ഉം ഒരു സൈഡ് 4ഉം ആണെങ്കിൽ അടുത്ത സൈഡ് എന്തായിരിക്കും? 5 ആയിരിക്കും. അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് 5 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നു, ഹൈപ്പോട്ടന്യൂസ് 5 ആണ്, ഒരു സൈഡ് 3 ആണ്, അങ്ങനെ അതിൻ്റെ അടുത്ത സൈഡ് എന്തായിരിക്കും? 4 ആയിരിക്കും. സോ ഫസ്റ്റത്തെ പൈതഗോറൻ ട്രിപ്ലെറ്റ് ആണ് 3 4 5. ഓക്കെ, 3 4 5 എന്നുള്ളത് ഒരു ട്രിപ്ലെറ്റ് ആണ്, പൈതഗോറൻ ട്രിപ്ലെറ്റ്. ഇനി ഇതുപോലുള്ള വേറൊരു ട്രിപ്ലെറ്റ് ആണ് 5 12 and 13. സോ 5 12 13 എന്ന് പറഞ്ഞാൽ 5ഉം 12ഉം ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ആയിരിക്കും. ആൻഡ് 13 ഉള്ളത് എന്തായിരിക്കും? ഇതിൻ്റെ വേറെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ നമ്മൾ 3 4 5 എന്നുള്ള ഒരു ട്രിപ്ലെറ്റ് പറഞ്ഞു, 5 12 13 എന്നുള്ള ട്രിപ്ലെറ്റ് പറഞ്ഞു. ഈ രണ്ട് ട്രിപ്ലെറ്റ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് മിനിമം. ഇതുപോലെ ഒരുപാട് ട്രിപ്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ട്രിപ്ലെറ്റ്സ് ഉണ്ടാവും. ബട്ട് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക ഈ രണ്ട് ട്രിപ്ലെറ്റ്സ് അല്ലെങ്കിൽ ഒരു ട്രിപ്ലെറ്റിനും കൂടി അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. 7 24 25. ഓക്കെ, 7 24 25 അല്ലേ? 7 24 25 എന്നുള്ളതും എന്താണ്? ഒരു ട്രിപ്ലെറ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, ട്രിപ്ലെറ്റ് ആയിട്ടാണ് വരിക. സോ ഇനിയും ഒരുപാട് ട്രിപ്ലെറ്റ്സ് ഉണ്ട്. സോ ഈ 3 ട്രിപ്ലെറ്റ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. മിനിമം ഈ 2 ട്രിപ്ലെറ്റ്സ് എന്തായാലും അറിഞ്ഞിരിക്കണം. 3 4 5ഉം 5 12 13. ഓക്കെ, സോ ഈ ട്രിപ്ലെറ്റിന് അറിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മൾട്ടിപ്പിൾസ്, അതായത് ഇപ്പോൾ ഈ ഒരു വാല്യൂവിന് ഇപ്പോൾ 3 4 5 എന്നുള്ള വാല്യൂസിൽ 3നെയും 4നെയും 5നെയും സെയിം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടുന്ന വാല്യൂ 3 × 2 എത്ര? 6, 4 × 2 എത്ര? 8, ആൻഡ് 5 × 2 എത്ര? 10. അങ്ങനെയാണെങ്കിൽ ഈ 6 8 10 എന്തായിരിക്കും? വേറൊരു ട്രിപ്ലെറ്റ് ആയിരിക്കും. സോ ഇതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? ഇതുപോലെ നമുക്ക് എല്ലാ ട്രിപ്ലെറ്റ്സ് എങ്ങനെ കണ്ടെത്താൻ പറ്റും? സോ ഇതിൻ്റെ നമ്മൾ ഈ ഒരു പഠിച്ച ട്രിപ്ലെറ്റ്സിലെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എങ്ങനെയെന്ന് അറിയോ? ഇവിടെ 4ഉം 30 30യും 40. 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 30 എന്ന് പറഞ്ഞാൽ 3 × 10 ആണ് അല്ലേ? 3 × 10 അല്ലേ 30 എന്ന് പറഞ്ഞാൽ? 3 × 10 ആണ്. ആൻഡ് 40 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 10 ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 3നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം പിന്നെ അടുത്ത വാല്യൂ എന്തായിരിക്കും? 5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 50 മീറ്റർ. ഇവിടെ അതാണ് പറഞ്ഞത്. നമുക്ക് ഇതിങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഏതോ പൈതഗോറൻ ട്രിപ്ലെറ്റിൽ ഈ ട്രിപ്ലെറ്റിൻ്റെതാണെന്നുള്ളത്. ക്ലിയർ ആയില്ലേ? സോ ആൻസർ എന്താ വരിക? 50 മീറ്റർ. ഇനി നമുക്കിത് പൈതഗോറസ് തിയറം വെച്ച് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പൈതഗോറൻ ട്രിപ്ലെറ്റ് ഓർമ്മയില്ല, അപ്പോൾ ഇനി ഇത് ചെയ്യാതിരിക്കരുത്. എന്ത് ചെയ്യേണ്ടത്? നമുക്കറിയാം ഇവിടെ AC² എന്ന് പറഞ്ഞാൽ അല്ലേ? ഇപ്പോൾ നമുക്ക് AC² ആണ് കാണേണ്ടത്. AC² എന്നാൽ AB² + BC² ആണ്. ഇവിടെ AB² എന്ന് പറഞ്ഞാൽ 30². 30² എന്ന് എത്രയായിരിക്കും വരിക? 900 ആണ് അല്ലേ? 900ഉം പ്ലസ് BC² എത്ര? 40². 4² 16 ആണ്. സോ 40² എന്നാൽ 1600 ആയിരിക്കും. ഓക്കെ, 1600. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 1600ഉം 900ഉം കൂടി ആഡ് ചെയ്താൽ 2500 വരും. സോ ഇവിടെ AC² ഈക്വൽ ടു 2500 ആണ്. നമ്മൾ കാണേണ്ടത് AC-ൻ്റെ വാല്യൂ ആണ്, AC² അല്ല. സോ AC എന്തായിരിക്കും? AC ഈക്വൽ ടു √2500. 2500ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 25ൻ്റെ റൂട്ട് എത്രയാണ്? 5 ആണ് അല്ലേ?
പിന്നെ 2 zeros ഉണ്ട്, അപ്പോൾ അതിൽ ഒരു 0 എടുക്കുക, ആൻസർ എന്ത് കിട്ടും? 50 എന്നുള്ള ആൻസർ കിട്ടും. നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ പൈതഗോറൻ ട്രിപ്ലറ്റ് അറിയുകയാണെങ്കിൽ ഇങ്ങനെ ഈസി ആയിട്ടും കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോകണം. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് കാർത്തിക റാങ്ക്ഡ് 9th ഫ്രം ദ ടോപ്പ്. ഓക്കെ, സോ ഇതൊരു അസംബ്ലിയിലെ ലൈനാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ലൈൻ എല്ലാ സ്റ്റുഡൻസും ഇങ്ങനെ ഒരു ലൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കാർത്തിക വരുന്നത് 9th ഫ്രം ദ ടോപ്പ്, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് ആലോചിച്ചാലും മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്കൂൾസിലെ എക്സാംസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് ഇടും. സോ 9th ഫ്രം ദ ടോപ്പ്, ടോപ്പിൽ നിന്ന് 9th ആണ്, അതായത് 9th റാങ്കിലാണ് വന്നുള്ളത്. ഈ രൂപത്തിൽ ആലോചിക്കാം. അല്ലെങ്കിൽ നമ്മൾ അസംബ്ലി ലൈനാണ്. ഓക്കെ, ലൈനിൽ എന്താ ചെയ്യണം? ഓരോരോ ആളുകളുണ്ട്. ഇതിൽ 9th പേഴ്സൺ ആണ് എന്ത്? നമ്മളെ കാർത്തിക. എവിടുന്ന്? നമ്മളെ ടോപ്പിൽ നിന്ന് 9th പേഴ്സൺ ആണ്. ക്ലിയർ ആയില്ലേ? സോ ഇവിടെ നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ബാക്കി വയ്യ. ആൻഡ് 38 ഫ്രം ദ ബോട്ടം ഓഫ് ഹർ ക്ലാസ്. നമ്മളെ ഏറ്റവും ലാസ്റ്റുള്ള ആളിൽ നിന്ന് 38ാമത്തെ ആളാണ് ആര്? ഓക്കെ, 38th പേഴ്സൺ ആണ് നമ്മളെ കാർത്തിക. ഓക്കെ, ഫസ്റ്റിൽ നിന്ന് 9th പേഴ്സൺ, ലാസ്റ്റിൽ നിന്ന് 38th പേഴ്സൺ. ആര്? നമ്മളെ കാർത്തിക അല്ലേ? കാർത്തിക. ആൻഡ് നമുക്ക് കാണേണ്ടത് ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ ക്ലാസ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എത്ര ആളുകൾ ഉണ്ടാവും? സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യാണ്. ഇപ്പോൾ ഇത് 1 2 3 4 5 6 ഇങ്ങനെ കൗണ്ട് ചെയ്ത് 38 അല്ലേ? 38 എന്നുള്ള കൗണ്ടാണ് കാർത്തികേൻ്റെ വരിക. സിമിലർലി നമ്മൾ ഫസ്റ്റിൽ നിന്ന് എഴുതും 1 2 3 4 5 ഇങ്ങനെ 6 7 8, അത് കഴിഞ്ഞ് 9ാമത്തെ ആളായിരിക്കും കാർത്തിക വരിക അല്ലേ? ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ വന്നത്. നമ്മൾ കാണേണ്ടത് ഈ ഒരു ക്ലാസ്സിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ടാവും എന്നുള്ളത്. സോ ഇതിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ 2 വാല്യൂസ് വരുമല്ലോ. ഇതിൽ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ മുതൽ കാർത്തിക വരെ 9 കുട്ടികളാണ്. അപ്പോൾ അതിന് ശേഷം ബാക്കി എത്ര കുട്ടികളുണ്ട് നോക്കിയാൽ മതി അല്ലേ? എന്നിട്ട് 2 കൂടി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ മുതൽ ഇവിടെ വരെ കാർത്തിക വരെ 38 കുട്ടികളുണ്ട്. ഇനി കാർത്തിക കഴിഞ്ഞിട്ട് എത്ര കുട്ടികൾ നോക്കിയത്, ഇത് എത്ര കുട്ടികളാണ് നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞൂടെ? ടോട്ടൽ 9 കുട്ടികളാണ്. ഓക്കെ, 9ാമത്തെ ആളാണ് കാർത്തിക. 9ാമത്തെ ആളാണ് കാർത്തിക പറഞ്ഞാൽ കാർത്തികൻ്റെ മുമ്പ് എത്ര ആളുണ്ടാവും? 8 ആളുണ്ടാവും അല്ലേ? 1 2 3 4 5 6 7 8 കഴിഞ്ഞിട്ടാണ് 9ാമത്തെ വാല്യൂ വരിക. സോ ഇവിടെ കാർത്തികനെ കൂടാതെ ഇവിടെ ടോട്ടൽ എത്ര കുട്ടികളുണ്ടാവും? 8 കുട്ടികളുണ്ടാവും. ഓക്കെ, 9th ആളാണ് കാർത്തിക എന്നുള്ളത്. അപ്പോൾ ടോട്ടൽ കുട്ടികൾ കാണുക എന്ത് ചെയ്തി, ഇവിടെ വരെ കാർത്തികനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ടോട്ടൽ 38 കുട്ടികളാണുള്ളത്. ആ 38 ഒരു 8 കൂടി ആഡ് ചെയ്താൽ മതി. എങ്ങനെയാണ്? ക്ലിയർ ആയി മനസ്സിലായോ? യെസ്. സോ ആ 38 നമ്മൾ ആ 8 ബാലൻസ് ഉള്ള 8 കുട്ടികളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 38 + 8 എന്ന് പറഞ്ഞാൽ 46 സ്റ്റുഡൻസ് ആണ്. യെസ്, നമ്മൾ ഓപ്ഷൻ 46 ഓപ്ഷൻ സി ആണ് വരിക. ക്ലിയർ ആയോ? ഇനി ഇതല്ല, ഇപ്പോൾ നമുക്ക് ഇങ്ങനെയും ആഡ് ചെയ്യാം കേട്ടോ. അതായത് ഫസ്റ്റിൽ നിന്ന് ഇവിടെ വരെ 9 കുട്ടികളാണ് അല്ലേ? ഇനി ബാലൻസ് ഉള്ള എത്ര കുട്ടികളെ കാരണം ഇവിടെ കാർത്തികനും കൂടിയും ഇൻക്ലൂഡ് ചെയ്ത് 38 കുട്ടികളുണ്ടായിരുന്നു. സോ കാർത്തികൻ ഇൻക്ലൂഡ് ചെയ്യാതെ എത്ര കുട്ടികളുണ്ടാവും? 37 കുട്ടികളുണ്ടാവും. സോ 37 + 9 എങ്ങനെ ചെയ്താലും ആൻസർ എത്ര കിട്ടുക? 46 എന്നുള്ളതാണ് വരിക. ക്ലിയർ ആയോ? എങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത്? യെസ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, സോ 1/x + 2 = 3 ആണ്. നമുക്ക് കാണേണ്ടത് 1/x + 3ൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് അല്ലേ? 1/x + 2 = 3. അങ്ങനെയാണെങ്കിൽ 1/x + 3. സോ ഇതിനെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഓക്കെ, പല രീതിയിൽ ചെയ്യാൻ പറ്റും. സോ 2 രീതിയിൽ ചെയ്യാം. സോ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 1/x + 2 = 3 ആണ് അല്ലേ? 3 ആണ്. സോ നമ്മൾ ഈ ഒരു x + 2 എന്നുള്ള വാല്യൂവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇവിടെ കൊണ്ടുപോകുമ്പോൾ എന്താവും? x + 2 എന്നുള്ള മൊത്തമായിട്ട് ഇവിടെ ഉള്ളത് ഡിവൈഡ് എന്നുള്ളതാണ്. അത് ഇങ്ങോട്ട് എത്തുമ്പോൾ മൾട്ടിപ്ലൈ എന്നുള്ള രീതിയിലാവും അല്ലേ? സോ 1 = 3 × x + 2 എന്നാവും. ഓക്കെ, 3 × x + 2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുക പറഞ്ഞാൽ 3നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 = 3നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × x 3x. ഓക്കെ, 3x പ്ലസ് 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2 എത്ര? 6 ആണ് അല്ലേ? സോ 3x + 6 = 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ ഈ 6നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? 1 - 6 ആവും അല്ലേ? സോ 1 - 6 = 3x. 1 - 6 എത്ര? 1ൽ നിന്ന് 6 കുറച്ചാൽ, 6ൽ നിന്ന് 1 കുറച്ചാൽ 5 ആണ്. ബട്ട് 1ൽ നിന്ന് 6 കുറച്ചാൽ എത്ര? -5 ആണ് വരിക. സോ -5 = 3x. അങ്ങനെയാണെങ്കിൽ x = -5/3. ഓക്കെ, എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? അടുത്ത ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇവിടെ x + 3 എന്നുള്ളടത്ത് എക്സിൻ്റെ പകരം -5/3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1/x + 3 എന്നുള്ളത് എന്താവും? 1/xൻ്റെ പകരം നമുക്ക് കിട്ടിയുള്ളത് -5/3 എന്നുള്ള വാല്യൂ ആണ്. -5/3 + 3. ഓക്കെ,
+3 എക്സിൻ്റെ പകരം -5/3 എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ -5 × 1 + 3 × 3 എത്ര 9. സോ -5 + 9 ഇതുപോലെ എത്ര വരിക 4 ആണ് വരിക അല്ലേ. സോ ഇവിടെ 1/-5 + 9/3 എന്നാവും. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4/3 അല്ലേ, 4/3. സോ എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്തായിരിക്കും വരിക എന്ന് വെച്ചാൽ 1/x + 3ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/4/3 കിട്ടിയത്. 1/4/3 1/4/3 എന്ന് പറഞ്ഞാൽ എത്ര വരിക 1 × 3/4 ആണ് വരിക അല്ലേ. നമ്മൾ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3/4. സോ ആൻസർ എന്താ വരിക 3/4 ആണ്. ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, ഇത് കുറച്ചൊരു വലിയ മെത്തേഡാണ് അല്ലേ. ഇതല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഉണ്ട്. അതെങ്ങനെയാണ്? ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ, ഇപ്പോൾ 1/x + 2 = 3 ആണ് അല്ലേ. 1/x + 2 = 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് അറിയാം, ഈ x + 2ൻ്റെ വാല്യൂ കാണാൻ പോവുകയാണ്. x + 2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ x + 2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഈ 3 എന്നുള്ളത് ഇവിടെ ശരിക്കും 1 × 3 എന്നാണ്. ആ 3 ഇങ്ങോട്ട് എത്തുമ്പോൾ എന്താവും /3 എന്നാവും. സോ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 1 = 3 × x + 2 എന്നാവും. സോ x + 2ൻ്റെ വാല്യൂ നമുക്ക് കാണേണ്ടത്. സോ x + 2 എന്താവും 1/3 ആണെന്ന് കിട്ടി. ഓക്കെ, x + 2ൻ്റെ വാല്യൂ 1/3 ആണ്. നമുക്ക് കാണേണ്ടത് 1/x + 3ൻ്റെ വാല്യൂ ആണ് അല്ലേ. 1/x + 3ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ x + 3 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, x + 3 എന്ന് പറഞ്ഞാൽ x + 2 + 1 അല്ലേ അല്ലേ. x + 2ലോട്ട് ഒരു 1 കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞതാണ് x + 3 എന്നുള്ള വാല്യൂ അല്ലേ. സോ നമ്മൾ ഈ x + 3ൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്താൽ x + 2 + 1 എന്ന് പറയാം. ഈ x + 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/3 ആണെന്നുള്ളത്. അപ്പോൾ ഈ 1/x + 3 എന്നുള്ളത് എന്തായി 1/x + 3 = 1/3 + 1. ഓക്കെ, എങ്ങനെയായാലും ആൻസർ എന്തായിരിക്കും വരിക, നമ്മൾ ഈ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ വരിക 1/1/3 + 1. 1/3 + 1 എന്ന് പറഞ്ഞാൽ എത്ര 4/3 ആണ്. ഇവിടെ എന്ത് കിട്ടി 1/4/3 എന്നായി, വിച്ച് ഈസ് ഈക്വൽ ടു 3/4. നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ 1/4/3 എന്നാൽ 1/4/3 എന്നാണ്. സോ ആൻസർ എന്താവും 3/4 എന്നുള്ള ആൻസർ കിട്ടും. എങ്ങനെയായാലും ആൻസർ വരേണ്ടത് ഇവിടെ ഓപ്ഷൻ ബി 3/4 ആണ്. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വെൻ 15 ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ, ഒരു നമ്പറിൽ നിന്ന് നമ്മൾ 15 കുറച്ചു, വി ഗെറ്റ് 80% ഓഫ് ഇറ്റ്. ഒരു നമ്പറിൽ നിന്ന്, അപ്പോൾ ഒരു നമ്പറിൻ്റെ 100% ആണ് ഉണ്ടായിരുന്നത് അല്ലേ. ആ ഒരു 100%ൽ നിന്ന് നമ്മൾ അതിൻ്റെ 15 ഉള്ള നമ്പർ കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 80% ആണ്. അപ്പോൾ ശരിക്കും ഈ 15 എന്നുള്ളത് ഈ ടോട്ടൽ നമ്പറിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 100% നിന്ന് ഈ 15 എന്നുള്ള വാല്യൂ കുറച്ചപ്പോൾ നമുക്ക് 80%, 80% കിട്ടിയത്. സോ ഈ 15 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഈ ഒരു നമ്പറിൻ്റെ 20% ആണ്. ക്ലിയർ അല്ലേ? 20% 15 ആണെങ്കിൽ 20% 15 ആണെങ്കിൽ നമുക്ക് കാണേണ്ടത് ഇവിടെ 60% ആണ്. 20 ഇൻറ്റു ഏത് വാല്യൂ ചെയ്താലും നമുക്ക് 60 കിട്ടുക. 20 × 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 60% എന്ന് കിട്ടും. അപ്പോൾ 15 × 3 ചെയ്യുക. 15 × 3 എത്ര വരിക 45 വരും. സോ 60% എന്ന് പറഞ്ഞാൽ 45 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. ഓക്കെ, യെസ്. സോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും നമുക്ക് ഇനിയും വീഡിയോസിലായിട്ട് കാണാം. ഓക്കെ, സോ നല്ല ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ആൻഡ് ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യും. സോ എല്ലാവരും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ആരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് തരാം. സോ ആ വഴി നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഡെയിലി ക്വിസസ് ഒക്കെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നടക്കാറുണ്ട്. ഓക്കെ, സോ ഓൾറെഡി ഉള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാൻ പോവാണ്. ബൈ ഓൾ.